യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എക്സാം ആയതുകൊണ്ടാ ഞാൻ അവളുടെ അടുത്ത് പോയി സംസാരിക്കാതിരുന്നേ. വീടും റൂമൊക്കെ അവക്ക് ഇഷ്ടമായി. നാളെ ദയയുടെ കുഞ്ഞിന്റെ നൂലിയെട്ട് ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം മാത്രമേ അവക്കുള്ളൂ. അത് കുഴപ്പമില്ല, ചെറിയൊരു ചടങ്ങല്ലേ. മഞ്ചാടിക്ക് അതിലും വലുത് അവളുടെ പഠിപ്പാ. പഠിച്ചൊരു ജോലി സമ്പാദിക്കാതെ അവളെ കല്യാണം കഴിച്ച് അയപ്പിക്കില്ലെന്ന തീരുമാനത്തിലാ ഇപ്പൊ അമ്മാവനും. ചീരുവിന്റെ അവസ്ഥ മഞ്ചാടിക്ക് വരരുതെന്ന് കണ്ടിട്ടാ. മഞ്ചാടി എന്തായാലും പഠിച്ചൊരു നിലയിലെത്താതെ കല്യാണത്തിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അല്ല, ചീരുവിനെ പിന്നെ ആരും വിളിച്ചില്ലല്ലോ അല്ലേ? അവള് നാളെ തന്നെ ജോലിക്ക് കയറുമായിരിക്കല്ലോ അല്ലേ? ആ, അവളെന്തായാലും ജോലിക്ക് പോവും. അത് മുടക്കാൻ വേണ്ടി വിനയൻ അവളെ വല്ല അപകടത്തിലും പെടുത്തുന്ന എന്റെ പേടി. അത്ര ബുദ്ധിമോശമൊന്നും അവൻ കാണിക്കില്ല. ചീരുവിന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് വീണ അവന്റെ വായിൽ എന്നേക്കുവേ മണ്ണ് വീഴുമെന്ന് അവനറിയാം. ആ ഒരു മുന്നറിയിപ്പ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അവനെ ഒരു ഭ്രാന്തന രഘുവേട്ട. ഈ ഭ്രാന്തന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ചീരുവിനൊരു സർക്കാർ ജോലി കിട്ടിയപ്പോ അത് മുടക്കാൻ വേണ്ടി ലോറിക്ക് മുന്നിൽ ചാടിയവനവൻ. അതുകൊണ്ട് ഇത്തവണ അവൻ അറിയാതെയാ ഈ ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്തത്. അപ്പോ ചീരുവിന് ജോലി കിട്ടിയ കാര്യം വിനയൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? അപ്പൊ നാളെ വിനയൻ അറിയാതെയാണോ അവള് ജോലിക്ക് പോകുന്നത്? എങ്ങനെയാണെന്ന് അറിയില്ല രഘുവേട്ട. വിളിക്കുമ്പോ വിനയൻ അടുത്തുണ്ടെങ്കിൽ അവക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ വിളിക്കാൻ പോവാഞ്ഞ്. നോക്കാം. അവൻ കൂടുതൽ കളിക്കാൻ നിന്നാ ചീരുവിനെ മക്കളെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ചീരു ഇവിടുന്ന് ജോലിക്കോട്ടെ. നീ പറഞ്ഞ പോലെ അവളുടെ മക്കളെ നമ്മൾ വളർത്തും. അതെ, ഈ രാത്രി ഒന്ന് കടന്നു കിട്ടിയാ മതി. നാളെ ചീരു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും.